കട്ടപ്പന നഗരസഭ മൃഗാശുപത്രിയിൽ ഡോക്ടറില്ലാത്തതിനാൽ ക്ഷീരകർഷകർ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. നിലവിലുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും പകരം ഡോക്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ പ്രധാന മൃഗാശുപത്രിയിൽ ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പകരം ഡോക്ടറെ നിയമിക്കുവാൻ ഇതുവരെയും നടപടി ആയിട്ടില്ല. ഇതോടെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷീരകർഷകർ, മറ്റ് മൃഗങ്ങളെ പരിപാലിക്കുന്നവരടക്കം ഇവയുടെ ചികിത്സയ്ക്ക് മറ്റുമായി നഗരസഭയ്ക്ക് പുറത്തുള്ള മൃഗാശുപത്രികളെ സമീപിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. യാതൊരു നിവൃത്തിയും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മൃഗാശുപത്രികളെ സമീപിക്കുകയാണ്. സ്വകാര്യ മൃഗാശുപത്രികളെ സമീപിക്കുകയാണ് നഗരസഭയ്ക്ക് കീഴിലെ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2024 മെയ് മാസം റിട്ടയറായി പോയതാണ് ഇവിടുത്തെ പ്രധാന ഡോക്ടർ. അതിനുശേഷം ഇതുവരെ ഇവിടെ ഒരു സീനിയർ സർജനെ നിയമിക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ കർഷകരും വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് ടൗൺ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇത് സ്വകാര്യ ലോബിയുടെ ഇടപാട് ഇതിന് പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നതായിരിക്കുക. കാരണം ഒരു വർഷക്കാലമായി ഇവിടെ ഒരു ഡോക്ടറെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇത് ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കർഷകരാണ് കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ളത്. കൂടാതെ വിവിധയിനം നായ്ക്കളെ അടക്കം പരിപാലിച്ചു പോരുന്നവരുമുണ്ട്. ഇവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ അടക്കമുള്ളവ നൽകണമെങ്കിൽ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത്. മറ്റ് സ്വകാര്യ മൃഗാശുപത്രികളെ സഹായിക്കാനാണോ ഇത്തരത്തിൽ ഡോക്ടറുടെ ഒഴിവ് നികത്താതെ കിടക്കുന്നത് എന്ന ആരോപണം ഉയരുന്നുണ്ട്. ഹൈറേഞ്ചിലെ പ്രധാന നഗരസഭയായ കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ മൃഗാശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടറെ നിയമിച്ച് നിലവിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.